നിങ്ങളെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നിങ്ങളുടെ LED ലൈറ്റ്സുകൾ എക്സ്പെക്റ്റ് ചെയ്ത അത്രയും ലൈഫ് കിട്ടാത്തത് എന്തുകൊണ്ടാണ്? അതിൽ കുറേ കാരണങ്ങളുണ്ട്. അതിൽ മേജറായിട്ടുള്ളൊരു കാരണം ഹീറ്റ് ഡിസിപ്പേഷനാണ്. പ്രോപ്പറായിട്ടുള്ള തെർമൽ മാനേജ്മെൻറ്റ് നമ്മൾ ചെയ്തില്ലെങ്കിൽ LED ലൈഫ് കുറയും, പെർഫോമൻസ് കുറയും, കളർ ഷിഫ്റ്റിംഗ് സംഭവിക്കുകയും അതുപോലെ തന്നെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ലൈഫ് സ്പാൻ കുറയാനുള്ള ചാൻസുകൾ കൂടുതലാണ്. സോ എന്തൊക്കെ ചെയ്താലാണ് നമുക്ക് LED ലൈഫ് കൂടുതൽ വർദ്ധിപ്പിക്കാനും അതിൻ്റെ ഈ പ്രോബ്ലംസൊക്കെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ വീഡിയോയിൽ ഞാൻ ഡീപ്പായിട്ട് സംസാരിക്കുന്നത് ഹയർ വാട്ടേജ് LED ലൈറ്റ്സുകളുടെ തെർമൽ മാനേജ്മെൻറ്റിനെ കുറിച്ചാണ്. എങ്ങനെ നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള തെർമൽ മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഹൈ പവർ LED സിസ്റ്റത്തിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹൈ പവർ LED ഫിക്ചേഴ്സിൽ ഹയർ ആയിട്ടുള്ള എനർജി ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൂടുതലാണ്. അതിനെ പ്രോപ്പറായിട്ട് നമ്മൾ മാനേജ് ചെയ്യുകയാണെങ്കിൽ എക്സസീവ് ആയിട്ടുള്ള അതിലുണ്ടാകുന്ന ഹീറ്റിനെ നമ്മൾ പുറന്തള്ളുകയാണെങ്കിൽ നല്ലൊരു എനർജി എഫിഷ്യൻസി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും കൂടുതൽ ദീർഘകാലത്തേക്ക് നമുക്ക് ലൈറ്റ് മങ്ങിപ്പോകാതെയും കളർ ഷിഫ്റ്റിംഗ് ഒന്നും സംഭവിക്കാതെ നല്ല എനർജി എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന LED ഫിക്ചേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അഥവാ നമ്മൾ ഹീറ്റ് കറക്റ്റായിട്ട് മാനേജ് ചെയ്തില്ലെങ്കിൽ അതിൽ ഉണ്ടാകുന്ന ഹീറ്റ് തെർമൽ റണ്ണവേയിലേക്ക് LED നയിക്കാനുള്ള ചാൻസുകൾ കൂടുതലാണ്. LED ഓപ്പറേറ്റ് ചെയ്യേണ്ട ഒപ്റ്റിമൽ ടെമ്പറേച്ചർ എന്താണെന്നുള്ളത് അതിൻ്റെ LED ഡേറ്റ ഷീറ്റിൽ നമുക്ക് തരുന്നതാണ്. അപ്പോൾ അത് വെച്ച് നമ്മൾ കമ്പയർ ചെയ്തിട്ട് വേണം നമ്മളുടെ ലൈറ്റ് ഫിക്ചേഴ്സ് ഡിസൈൻ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ സംസാരിച്ചതുപോലെ തന്നെ LED തെർമൽ മാനേജ്മെൻറ്റിന് അത്യാവശ്യമായ കാര്യമാണ് അതിൻ്റെ ഹീറ്റ് സിങ്ക്സ് അതിൻ്റെ സർഫേസ് ഏരിയ ഒക്കെ കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഞാൻ കോമൺ ആയിട്ടുള്ള ഹീറ്റ് ഡിസിപ്പേഷൻ ടെക്നിക്സിനെ കുറിച്ച് സംസാരിക്കാം. ട്രഡീഷണൽ ആയിട്ടുള്ള കൂളിംഗ് ടെക്നിക്സ് പാസീവായിട്ടുള്ള കൂളിംഗ് ടെക്നിക്സാണ്. അലൂമിനിയം ഹീറ്റ് സിങ്ക്സ് അല്ലെങ്കിൽ കോപ്പർ ഹീറ്റ് സിങ്ക്സ്, അതുപോലെ തെർമൽ പേസ്റ്റ് അല്ലെങ്കിൽ തെർമൽ ഇൻ്റർഫേസ് മെറ്റീരിയൽസ്, ഇതെല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ്. ഇതിൽ ഹീറ്റ് സിങ്ക്സ് വളരെയധികം എഫക്റ്റീവായിട്ടുള്ള സൊല്യൂഷനാണ്. ഹീറ്റ് സിങ്ക്സ് ചെയ്യുന്നത് LED ഉണ്ടാകുന്ന ടെമ്പറേച്ചറിനെ എയറിലേക്ക് ഡിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഹീറ്റ് സിങ്ക്സിൽ കൂടെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അടുത്തൊരു മെത്തേഡാണ് തെർമൽ ഇൻ്റർഫേസ് മെറ്റീരിയൽസ്. അതിലാണ് തെർമൽ പേസ്റ്റ്, തെർമൽ പാഡ്സ്, അതുപോലെ തെർമൽ ടേപ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡുകൾ വരുന്നത്. LEDയിൽ നിന്നുണ്ടാകുന്ന ടെമ്പറേച്ചറിനെ നമുക്ക് ഹീറ്റ് സിങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു മെറ്റീരിയൽസാണ്. ഇടയ്ക്കുള്ള എയർ ഗ്യാപ്പ്, അതുപോലെ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, ഇതിനൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഡയറക്റ്റ്ലി ഒരു കോണ്ടാക്റ്റ് LED ആയിട്ടും ഹീറ്റ് സിങ്കുമായിട്ട് വരാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ടാണ് അല്ലെങ്കിൽ ഒരു മെറ്റീരിയലാണ് തെർമൽ ഇൻ്റർഫേസ് മെറ്റീരിയൽസ് ഒക്കെ വരുന്നത്. എല്ലാം ഈ മെത്തേഡ്സും എഫക്റ്റീവ് ആണെങ്കിൽ തന്നെ ഇതിന് അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ഹീറ്റ് സിങ്സും അതുപോലെ മറ്റുള്ള തെർമൽ ഇൻ്റർഫേസും മെറ്റീരിയൽസൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ടോട്ടൽ ഫിക്ചർ സൈസ്, അതിൻ്റെ ബൾക്കിനെസ് എല്ലാം കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ തെർമൽ പേസ്റ്റൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ വളരെ പ്രിസിഷനോടെ വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ചലഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ പാസീവ് കൂളിംഗ് മെത്തേഡ്സ് ആണ് വളരെയധികം ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു കൂളിംഗ് മെത്തേഡ്. കാരണം അതിൻ്റെ സിംപ്ലിസിറ്റിയും റിലയബിലിറ്റിയുമാണ്. എന്നാലും നമ്മളൊരു ഹൈ പവർ LED സിസ്റ്റം ഉണ്ടാക്കുമ്പോൾ അതിന് ഈ പാസീവ് കൂളിംഗ് മെത്തേഡ്സ് ചിലപ്പോൾ എഫക്റ്റീവ് ആവണമെന്നില്ല. അതിന് മറ്റുള്ള കൂളിംഗ് മെത്തേഡ്സും കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അഡ്വാൻസ് ആയിട്ടുള്ള പല മെത്തേഡുകൾ യൂസ് ചെയ്തിട്ട് വേണം ഹൈ പവർ LED സിസ്റ്റത്തിലേക്ക് നമ്മൾ അതിൻ്റെ ഹീറ്റ് മാനേജ്മെൻറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി. അടുത്ത് ഞാൻ പറയുന്നത് അഡ്വാൻസ് ടെക്നിക്സിനെ കുറിച്ചാണ്. ട്രഡീഷണൽ കൂളിംഗ് മെത്തേഡിൽ ഉണ്ടാകുന്ന ലിമിറ്റേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നിക്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുകയും യൂസ് ചെയ്ത് വരുന്നത്. അതിൽ ഒരു കൂളിംഗ് മെത്തേഡാണ് ആക്റ്റീവ് കൂളിംഗ്. അതിൽ വരുന്നത് ഒരു ഫാനോ അല്ലെങ്കിൽ ലിക്വിഡ് കൂളിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ള കൂളിംഗ് സിസ്റ്റംസ് ആണ്. ആക്റ്റീവ് കൂളിംഗ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ഹീറ്റിനെ LED നിന്ന് അത് പുറന്തള്ളി അതിൻ്റെ ഹീറ്റ് സിങ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുമാത്രമല്ല അതിലേക്ക് എയർ സർക്കുലേറ്റ് ചെയ്ത് കൂളായിട്ടുള്ള എയറിനെ സർക്കുലേറ്റ് ചെയ്ത് ഹീറ്റ് ഫിൻസിനെയൊക്കെ തണുപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അടുത്ത ഇന്നോവേറ്റീവ് ആയിട്ടൊരു മെത്തേഡാണ് ഫേസ് ചേഞ്ചിങ് മെറ്റീരിയൽസ്, PCMs. ഈ മെറ്റീരിയൽസ് ചെയ്യുന്നത് അത് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് സോളിഡ് ആയിരിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ലിക്വിഡായി മാറി അത് എഫക്റ്റീവ് ആയിട്ടുള്ള തെർമൽ ലോഡ്സിന് പുറത്തേക്ക് നീക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. വൺസ് അത് കൂളായിരിക്കുന്ന സമയങ്ങളിലേക്ക് തിരിച്ച് സോളിഡായി മാറുകയും ചെയ്യും. അതാണ് ഫേസ് ചേഞ്ചിങ് മെറ്റീരിയൽസിൽ വരുന്നത്. അതുപോലൊരു മെത്തേഡാണ് ഹീറ്റ് പൈപ്പ്സ് എന്നുള്ള മെത്തേഡ്. ഹീറ്റ് പൈപ്പ്സ് ഒരു ഹീറ്റ് സിങ്കും കൂടി ലിങ്ക് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് വരുന്നത്. അതിൽ ഹീറ്റ് പൈപ്പ്സിൻ്റെ അകത്ത് കണ്ടൻസേഷൻ, ഇവാപ്പറേഷനൊക്കെ നടക്കുന്ന ഒരു മെത്തേഡിൽ കൂടിയാണ് അതിൻ്റെ ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്ത് നമുക്ക് ഹീറ്റ് സിങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്.
അഡീഷണൽ ആയിട്ട് നമുക്ക് പറയാനുള്ളത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള തെർമൽ ഇൻ്റർഫേസ് മെറ്റീരിയൽസിനെ കുറിച്ചാണ്. അതിൽ വരുമ്പോൾ ഗ്രാഫീൻ തെർമൽ ഇൻ്റർഫേസ് മെറ്റീരിയൽസ് അവൈലബിൾ ആണ് ഇപ്പോൾ മാർക്കറ്റിൽ. അതൊക്കെ യൂസ് ചെയ്താൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള തെർമൽ ട്രാൻസ്ഫേഴ്സ് ആണ് കാണുന്നത്. ഈ അഡ്വാൻസ് ടെക്നിക്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് വളരെ അധികം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്റ്റെൻഡഡ് ലൈഫ് തരുന്ന ഹൈ പവർ LED പ്രോഡക്ട്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് കുറച്ച് ടിപ്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഒരു ഹൈ പവർ LED ഫിക്ചേഴ്സിൻ്റെ ഹീറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒപ്റ്റിമൈസ് ചെയ്യാനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ചില പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളെപ്പോഴും എൻഷുർ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിലെ പ്രോപ്പറായിട്ടുള്ള എയർ ഫ്ലോ നമ്മൾ കൺസിഡർ ചെയ്യണം. വേറെ ഒരു ഒബ്സ്ട്രക്ഷനും കൂടാതെ എയർ ഫ്ലോ കറക്റ്റായിട്ട് നമ്മൾ അതിൻ്റെ ഹീറ്റ് സിങ്സിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഇതൊരു നാച്ചുറൽ കൺവെക്ഷൻ കൂളിംഗ് നമുക്ക് സാധ്യമാക്കുന്നതാണ്. അതുപോലെ റെഗുലറായിട്ട് ഹീറ്റ് സിങ്സിനെ ക്ലീൻ ചെയ്യുക, അതിൽ മുകളിൽ വരുന്ന ചില പൊടികളും ഡസ്റ്റുകളും എല്ലാം നമ്മൾ അതിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയുക എന്നുള്ളൊരു കാര്യമാണ്. ഇതിലുണ്ടാകുന്ന ഡസ്റ്റുകളെല്ലാം നമ്മൾ കുറച്ച് നാൾ കൂടുമ്പോൾ ക്ലീൻ ചെയ്തില്ലെങ്കിൽ അതും ഹീറ്റ് ട്രാൻസ്ഫറിനെ ബാധിക്കുന്ന ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു കാരണമാണ്. അടുത്തതായിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു തെർമൽ ഇൻ്റർഫേസ് മെറ്റീരിയലാണ്. നമ്മൾ കറക്റ്റായിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു തെർമൽ ഇൻ്റർഫേസ് മെറ്റീരിയൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും LED ഉണ്ടാകുന്ന തെർമൽ ലോഡുകളെല്ലാം നമുക്ക് പുറന്തള്ളാനായിട്ട് സാധിക്കുന്നത്. ലാസ്റ്റ്ലി നമുക്ക് പറയാനുള്ളത് ഇതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഹീറ്റ് സിങ്സ്, അതിൻ്റെ മെറ്റീരിയൽ, യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട്, തെർമൽ ട്രാൻസ്ഫർ ഇൻ്റർഫേസ് മെറ്റീരിയൽസിൻ്റെ കോമ്പോസിഷൻ, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് വേണം ഇതൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി. എന്നാൽ മാത്രമേ നമുക്ക് എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസും ലോങ് ആയിട്ടുള്ള ലൈഫും കിട്ടാനായിട്ട് ഹൈ പവർ LED നമുക്ക് സാധിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം.